Hi friends, it's me Abhishek Rastri and welcome to Daily News Analysis. Let's see the first news. Gender equality as the plank of sustainable development. ഈ ന്യൂസ് GS1 പെടുന്ന ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും അതുപോലെ GS3 പെടുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ഭാഗത്തൊക്കെ ഓവർലാപ്പ് ഉള്ള ഒരു വിഷയമാണ്. നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് ഇതിന്റെ ഒരു സമ്മറി നോക്കാം. The article discusses the intersection between gender equality and sustainable energy development. അപ്പം ജെൻഡർ ഇക്വാലിറ്റിയുടെയും സസ്റ്റൈനബിൾ എനർജി ഡെവലപ്മെന്റിന്റെ ഒരു ഇന്റർസെക്ഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. Emphasizing the crucial role women play in energy access, production, and consumption. It highlights the challenges women face in energy sectors such as limited access to modern energy, disparities in employment, and exposure to health risk due to traditional energy sources. നമുക്കറിയാം മോഡേൺ എനർജി ട്രഡീഷണൽ എനർജി സോഴ്സസ് ഇപ്പോഴും ഉപയോഗിക്കുന്നിടത്ത് ഹെൽത്ത് റിസ്ക് കൂടുതലാണെന്ന് നമുക്കറിയാം. ചിലങ്ങളിൽ ഈ മോഡേൺ എനർജി റിസോഴ്സസ് ലിമിറ്റഡ് ആക്സസ് ആയിരിക്കും ജനങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ എംപ്ലോയ്മെന്റിലുള്ള ഡിസ്പാരിറ്റീസ് ഇതെല്ലാം പ്രശ്നങ്ങളാണ് എനർജി സെക്ടറിൽ വിമൻ ഫേസ് ചെയ്യുന്നത്. അപ്പം ദ ആർട്ടിക്കിൾ കോൾസ് ഫോർ എ ചേഞ്ച് ഇൻ പെർസെപ്ഷൻ ആൻഡ് കൺസെർട്ടഡ് എഫേർട്സ് ടു മെയിൻസ്ട്രീം ജെൻഡർ ഇൻ എനർജി പോളിസീസ് അറ്റ് വേരിയസ് ലെവൽസ്. അപ്പം മെയിൻ സ്ട്രീം ആയി കൊണ്ടുവരിക ജെൻഡർ എവിടെ എനർജി പോളിസീസിൽ, അതാണ് ഈ ആർട്ടിക്കിളിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ദ Women at the Forefront program and the Energy Transitions Innovation Challenge are mentioned as forums for promoting women's participation. ഇത് നമുക്ക് മെയിൻസിൽ നമുക്ക് കൊടുക്കാവുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളായ ഇനിഷ്യേറ്റീവ്സ് ആണ്. Initiatives like Women at the Forefront program and the Energy Transitions Innovation Challenge. Distributed renewable energy is identified as a potential solution, citing the Solar Mamas initiative in India. ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരിടത്തല്ല എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അവിടെ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം റൂഫ് ടോപ്പ് സോളാർ പാനലിംഗ് ഉണ്ട്, അതുപോലെ വിൻഡ് എനർജിയുടെ പ്രൊഡക്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. സൈറ്റിംഗ് ദ സോളാർ മാമേഴ്സ് ഇനിഷ്യേറ്റീവ്. നമുക്കറിയാം വിമനെ ഈ ടെക്നിക്കലി അവരെയൊക്കെയാണ് സോളാറിന്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി. അതാണ് സോളാർ മാമാസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. The article concludes by stressing that empowering women in the energy sector is not only a matter of gender justice, like social justice. അതിന്റെ ഒരു മാറ്റർ മാത്രമല്ല, ഇതെന്താണ് എ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കളക്റ്റീവ് ഫ്യൂച്ചർ വിത്ത് പൊട്ടൻഷ്യൽ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ്. നമുക്ക് ഇതിനകത്ത് കീ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണക്ഷൻ ബിറ്റ്വീൻ SDGs, ഇതിനകത്ത് കുറച്ച് ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട്. SDGsനെ പറ്റി സ്ട്രോങ് കണക്ഷൻസ് ഉണ്ട്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 2030 നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന, ആഗോളതലത്തിൽ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ടാർഗറ്റ്സ് ആണ്. അതിനകത്ത് കുറച്ച് ടാർഗറ്റ്സുമായിട്ട് ഇതിന് ഓവർലാപ്പ് ഉണ്ട്. SDG5 ജെൻഡർ ഇക്വാലിറ്റി ആണ്. SDG7 ക്ലീൻ ആൻഡ് അഫോർഡബിൾ എനർജിയാണ്. SDG12 ക്ലൈമറ്റ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ലൈമറ്റ് ചേഞ്ച് 13 വരുന്നുണ്ട്. ഇതിനകത്ത് സസ്റ്റൈനബിൾ ആയിട്ട് കൺസ്യൂം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് SDG12 ഇതിനകത്ത്. ഇങ്ങനെയുള്ള ടോപ്പിക്സുമായിട്ട് ഓവർലാപ്പ് ഉണ്ട് ഇതിനകത്ത്. ഇത് നമുക്ക് കൺക്ലൂഷനിലൊക്കെ ആൻസർ എഴുതുമ്പോൾ മെയിൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് ഇമ്പാക്ട് ഓഫ് energy poverty. Lack of access to modern energy disproportionately affects women and children. നമുക്കറിയുന്ന കാര്യമാണ്. ട്രഡീഷണൽ എനർജി സോഴ്സസ് ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പറയുന്ന ഒരു ഫാക്ട് ഉണ്ട്, നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 3.2 million പ്രിമച്വർ ഡെത്ത്സ് ആനുവലി സംഭവിക്കുന്നുണ്ട് ഈ ട്രഡീഷണൽ എനർജി സോഴ്സസ് ഉപയോഗിച്ചിട്ട്. ഹൗസ് ഹോൾഡ് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു, വിത്ത് അഫക്റ്റിംഗ് 60% അഫക്റ്റിംഗ് വിമൻ ആൻഡ് ചിൽഡ്രൻ. വളരെയധികം വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് മാറുകയാണ് ആ കാര്യത്തിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ. ഇനി അടുത്തതായിട്ട് ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ എനർജി സെക്ടർ. വിമൻ റെപ്രസെന്റ് ഓൺലി 32% ഓഫ് ഫുൾ ടൈം എംപ്ലോയീസ് ഇൻ ദ റിന്യൂവബിൾ എനർജി സെക്ടർ ആൻഡ് 22% ഇൻ ദ എനർജി സെക്ടർ ഓവറോൾ നോക്കുകയാണെങ്കിൽ 22% വിമനുള്ളൂ. അതിനകത്ത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഇൻ India, only 10% of women holding technical posts in എനർജി സെക്ടർ. ഇത് നമുക്ക് സ്റ്റെം ബ്രാഞ്ച്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ബ്രാഞ്ചിലെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷന്റെ കുറവിനെ പറ്റിയൊക്കെ നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിഗറാണ്. ഇനി അടുത്തതായിട്ട് ചാലഞ്ചസ് ആൻഡ് ബാരിയേഴ്സ്. ബാരിയേഴ്സ് ഇൻക്ലൂഡ്സ് ഡിസ്പാരിറ്റീസ് ഇൻ എഡ്യൂക്കേഷണൽ ആക്സസ്, ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ടു അക്വയർ ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ഇൻഇക്വിറ്റബിൾ കമ്പനി പോളിസീസ്. ഇതൊക്കെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു ചലഞ്ചാണ്. അത് വിമനെ എങ്ങനെ പല സെക്ടറിലും, എഡ്യൂക്കേഷനിലായാലും എംപ്ലോയ്മെന്റിലായാലും ടെക്നിക്കൽ സ്കിൽസ് അക്വയർ ചെയ്യുന്നതിലാണെങ്കിലും എങ്ങനെ ലിമിറ്റേഷൻ ആകുന്നു എന്ന കാര്യമാണ്. ഇനി അടുത്ത ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് കുറച്ച് പ്രോഗ്രാംസിനെ പറ്റി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു.
women at the forefront. ഇനി വേറൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് NDIS എന്ന് പറയും, എനർജി ട്രാൻസിഷൻസ് ഇന്നോവേഷൻ ചലഞ്ച്, എയിം ടു പ്രൊമോട്ട് വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ എനർജി സെക്ടർ. ഇനി അടുത്തതായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ റിന്യൂവബിൾ എനർജിയെ പറ്റി നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു. എന്താണ് സെൻട്രലൈസ്ഡ് ആയിരിക്കുകയല്ല റിന്യൂവബിൾ എനർജിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് അവിടെ റിന്യൂവബിൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. എക്സംപ്ലിഫൈഡ് ബൈ സോളാർ മാമാസ്. അതിന് കൂടുതലായിട്ട് ഫ്യൂൽ ചെയ്യുന്നതാണ് സ്ത്രീകളെയൊക്കെ. എന്താണ് നമ്മൾ പഠിപ്പിക്കുകയാണ്, ഹൗ ടു ഇൻസ്റ്റാൾ സോളാർ പാനൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആ പ്രോഗ്രാമാണ് സോളാർ മാമാസ് എന്ന് പറയുന്നത്. ഈ സീൻ ആസ് എ ക്വിക്ക് ആൻഡ് എഫക്റ്റീവ് മീൻസ് ടു പ്രൊവൈഡ് അഫോർഡബിൾ എനർജി ആക്സസ്. ഇനി അടുത്തതായിട്ട് എക്കണോമിക് ഇമ്പാക്ട് നോക്കാം. ക്ലോസിംഗ് ദ ജെൻഡർ ഗ്യാപ്പ് ഇൻ employment and entrepreneurship could boost global GDP by trillions of dollars. More than 71% of early adopters of clean technology livelihood appliances in India are women. 71% early adopters of ക്ലീൻ ടെക്നോളജി ലൈവ്ലിഹുഡ് അപ്ലയൻസസ് ഒരു സർവേ പ്രകാരം, ആര് നടത്തിയ സർവേ ആണ്, പവറിംഗ് ലൈവ്ലിഹുഡ്സ് നടത്തിയ സർവേ പ്രകാരം 71% അത് ഈ ക്ലീൻ എനർജി ടെക്നോളജീസ് ആരാണ് ലൈവ്ലിഹുഡ് അപ്ലയൻസസ് അഡോപ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ വിമൻ ആണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കിയാൽ ഷിഫ്റ്റിംഗ് ഡയലോഗ് ഓൺ ജെൻഡർ ആൻഡ് എനർജി ഹാസ് ഷിഫ്റ്റഡ് ഫ്രം വ്യൂയിങ് women as vulnerable groups to recognizing them as key agents of change. Consumers, producers, distributors, and decision makers in the energy sector. വിമനെ ഒരു വൾണറബിൾ കാറ്റഗറി ആയിട്ടല്ല നമ്മൾ കാണുന്നത്, നേരെ മറിച്ച് കീ ഏജൻസ് ഓഫ് ചേഞ്ച് ആയിട്ടാണ് കാണുന്നത്. കൺസ്യൂമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ് ഇൻ ദ എനർജി സെക്ടർ. ഇനി അടുത്തതായിട്ട് കോൾ ഫോർ ആക്ഷൻ. The article calls for harnessing the power of women and energy to create a more inclusive, prosperous and sustainable world for present and future generations. ഇത് നമുക്ക് കൺവിഷനി കൊടുക്കാവുന്നതാണ്. ഇൻക്ലൂസീവ്, പ്രോസ്പെറസ് ആൻഡ് സസ്റ്റൈനബിൾ വേൾഡിന് വേണ്ടി നമ്മൾ എന്താണ് പവർ ഓഫ് വിമൻ ആൻഡ് എനർജി ടു ക്രിയേറ്റ് മോർ ഇൻക്ലൂസീവ് എൻവയോൺമെന്റ്. അത് എന്തിനു വേണ്ടിയാണ്? ഫോർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻസ്. ഇത് നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ഫോർ എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബാലൻസ്ഡ് വ്യൂവിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നോക്കിയാൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ ട്വിക്സ് PM സോളാർ ഫ്രീ ഇലക്ട്രിസിറ്റി സ്കീം. ആ സ്കീമിനെ എന്താണ് വിളിക്കുന്നത്? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ആണ്. റൂഫ് ടോപ്പ് സോളാർ ഫ്രീ ഇലക്ട്രിസിറ്റി സ്കീം ആണ്. നമുക്ക് എന്താണെന്ന് മെയിൻ ആയിട്ട് നോക്കാം. അതിൽ വന്ന ചേഞ്ചസ്. ദ യൂണിയൻ ഗവൺമെന്റ് ഹാസ് മേഡ് മോഡിഫിക്കേഷൻസ് ടു ദ 75,000 crore PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന റൂഫ് ടോപ്പ് സോളാർ ഫ്രീ ഇലക്ട്രിസിറ്റി സ്കീം. ഇനിഷ്യലി intended to ആദ്യം എന്തായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചത്? സബ്സിഡൈസ് ദ ഇൻസ്റ്റലേഷൻ ഓഫ് 1 kilowatt to 3 kilowatt solar system in 1 crore households. The revised plan will now contribute only up to 60% of the installation cost. ആദ്യം എന്തായിരുന്നു? ഫുൾ സബ്സിഡി കൊടുക്കാനായിരുന്നു വിചാരിച്ച്. പിന്നീട് എന്തായിട്ട് മാറി? only 60% of the installation cost മാത്രമേ അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. 60% അത് ചുരുക്കി. Households interested in the scheme will need to cover remaining amount with a minimum payment of 20,000 depending on the installed solar system's power capacity. അപ്പൊ എന്താണ്? തുടക്കത്തിൽ ഫുള്ളി സബ്സിഡി ആയിരുന്നു. ഇപ്പൊ അത് 60% മാത്രമേ ഉള്ളൂ. റിമൈനിങ് എമൗണ്ട് ആര് പേ ചെയ്യണം? അത് ആ ചെയ്യുന്ന കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ആ ഹൗസ് ഹോൾഡ്സ് തന്നെ പേ ചെയ്യുന്നു. എലിജിബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ഹൗസസ് വിത്ത് സ്യൂട്ടബിൾ റൂഫ് ടോപ്സ് ആൻഡ് എക്സിസ്റ്റിംഗ് ഗ്രിഡ് കണക്ഷൻസ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള റൂഫ് വേണം. പിന്നെ അതുപോലെ എക്സിസ്റ്റിംഗ് ഗ്രിഡ് പാറ്റേൺ ഉള്ള വീടുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സ്കീമിൽ എലിജിബിൾ ആവുള്ളൂ. ദ സ്കീം എയിംസ് ടു റെഡ്യൂസ് ഇലക്ട്രിസിറ്റി ബിൽസ്. എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ല് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ത്രൂ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം. നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലൗവിംഗ് എക്സസ് പവർ സോളാർ പവർ ടു ഫ്ലോ ബാക്ക് ഇൻ ടു ദ ഗ്രിഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എക്സസ് ആയിട്ടുള്ള സോളാർ പവർ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇലക്ട്രിസിറ്റി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ആ ഗ്രിഡിലേക്ക് ഒഴുകും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സാധനം സെയിൽ ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. Despite the change, officials suggest a payback period of 3 to 7 years, turning the investment into potential income. അപ്പം പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എപ്പം നമുക്ക് ഈ നമ്മൾ മുടക്കിയ പൈസ തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ അതൊരു പൊട്ടൻഷ്യൽ ഇൻകം, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ഇൻകം ആണെങ്കിൽ എത്ര സമയം എടുക്കുന്നതാണ്? 3 to 7 years എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇതിന് തുടക്കത്തിൽ കുറച്ച് മുടക്കുന്നതുണ്ട്. അപ്പൊ ഈ വൈദ്യുതി ബില്ലൊക്കെ കുറെ നാളത്തേന് നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 3 to 7 years ആകുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഉള്ള ലാഭങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങുള്ളൂ. ദ ഫോക്കസ് ഹാസ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഷോർട്ട് ടൈമിൽ നോക്കുമ്പോഴത്തേനും നമ്മൾ ഇത് പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് പൈസ പോകുന്നതായിട്ട് തോന്നും. നമ്മുടെ EVs എടുക്കുന്ന ഇലക്ട്രിസിറ്റി വെഹിക്കിൾസും ഒക്കെ അതായാലും തുടക്കത്തിൽ നല്ല പൈസയാവും, അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ലോങ് ടൈമിൽ എന്താണ്? നല്ല ലാഭകരമായിരിക്കും. ദ ഫോക്കസ് ഹാസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് consumers taking loans for installations, and 12 public sector banks will offer collateral free loans for this purpose. അപ്പം ഇങ്ങനെ തുടക്കത്തിൽ കുറച്ച് നഷ്ടമൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പൈസ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതുകൊണ്ടാണ് ഗവൺമെന്റ് റിന്യൂവബിൾ എനർജി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനാണ് നമുക്കിപ്പോൾ 60% ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ആര് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഗവൺമെന്റ്.
സബ്സിഡി ഇത് നമുക്ക് തരാൻ കാരണം the focus has shifted towards consumers taking loan for installations and 12 public sector banks will offer collateral free loans for this purpose. നമുക്ക് collateral free loans ഒക്കെ 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഓഫർ ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പൊ അതൊക്കെയായിരുന്നു ഈ സ്കീമിൽ വന്ന ചേഞ്ചസ്. സോ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.